ഹലോ ഗൈസ്, ഞാൻ MC. എന്നറിയാമോ? അപ്പം കഴിഞ്ഞ എപ്പിസോഡിനകത്താണെങ്കിൽ നമ്മുടെ സ്റ്റോറേജ് ഏരിയ അങ്ങോട്ട് ഉണ്ടാക്കിയായിരുന്നത് ഇല്ലേ കാണുന്നത്. എന്തായാലും കൊച്ചു നിനക്ക് ഗൈസ് കണ്ണപ്പുറത്തെ വീട്ടിലെ കൊച്ചൊക്കെ എന്നെ നോക്കുന്നത് ലുക്കാണ് നമ്മൾ. അതാരാ എൻ്റെ വീട്ടത്ത് എൻ്റെ ഇൻവിറ്റേഷൻ ഇല്ലാതെ കയറണടേണ്ടി? ഞാൻ വരുത് എൻ്റെ വീട്ടിൽ എൻ്റെ ഇൻവിറ്റേഷൻ ഇല്ലാതെ ഇതുവരെയായിട്ട് എൻ്റെ ഫ്രണ്ട്സിനെ പോലും ഞാൻ ഇതിൻ്റെ വിളിച്ചില്ല. അപ്പം നീ എവിടെ നട കയറി വന്ന? എൻ്റെ വീട്ടിൽ ചോദിക്കാതെയും പറയാതെയും കയറിയിട്ട് എന്നെ അപ്പം ഇന്നത്തെ എപ്പിസോഡിനകത്ത് നമ്മൾ നെതർ റൂഫിൽ പോകാൻ പോവാണ്. നെതർ ഉണ്ടാക്കിയില്ല, ഇന്നലെ നെതർ ഉണ്ടാക്കി, ഇന്നലെ നമ്മൾ നെതർ റൂഫിൽ പോകുന്നതാണ്. അപ്പം ഇതൊരു വീഡിയോക്ക് ലൈക്ക് അടിച്ച് തരേണ്ട, ലൈക്ക് അടിച്ചാൽ സബ്സ്ക്രൈബ് തരേണ്ട, സബ്സ്ക്രൈബ് പിന്നെ ബെല്ലൈക്കണും ഓണാക്കി വെച്ചേക്ക്. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് വേണം 2 റെഡ് സ്റ്റോൺ, കുറച്ച് ഐറ്റംസ് വേണം. അപ്പോൾ ഇവിടെ ഒന്ന് ഞാനൊരു പിസ്റ്റൺ, അതേണ്ട് പിസ്റ്റൺ എടുത്ത് ഇനി നമുക്കുള്ള റെഡ് സ്റ്റോൺ, ഒരു ട്രാപ്പ് ഡോറിന് വേണം ബ്ലോക്ക്. ഇത് ഞാനെടുത്ത് ഇത്ര മതിയല്ലോ ട്രാപ്പ് ഡോർ ഉണ്ടാക്കാൻ. ഇത്ര മതിയാവില്ലെങ്കിൽ എൻ്റെ ഈ ചെസ്റ്റിനകത്ത് കുറച്ച് ബ്ലോക്ക് ഇരിപ്പുണ്ട്. ഇല്ല, ഈ ചെസ്റ്റിനകത്ത് ബ്ലോക്ക് ഇല്ല, ഞാൻ വെച്ചിട്ടില്ല. വെരി നൈസ്. അയ്യോ, മരം വെട്ട. ട്രാപ്പ് ഡോർ റെഡി. ഇനി നമുക്ക് വേണം റെഡ് സ്റ്റോൺ വേണം, TNT വേണം. TNTക്ക് സാൻഡ് വേണം. ഞാൻ സാൻഡ് എടുത്തിട്ട് വരാം. ഇഷ്ടംപോലെ എടുത്തേക്കാം, ഇഷ്ടംപോലെ TNT ഉണ്ടാകാം. ഒന്നിപ്പഴിച്ച 2 കേട്ടിട്ടില്ലേ? ധാര ഡയലോഗാന്ന് എൻ്റെ അടുത്ത് ചോദിക്കല്, എനിക്കറിയില്ല. ഇത്രയൊക്കെ ധാരാളം. ബാക്കിയൊക്കെ ഇങ്ങനെ ഇവിടെ ഇരിക്കട്ടെ, കാണാൻ ഒരു ലുക്ക് വേണ്ടേ? ഒരെണ്ണം കൂടെ എടുക്കുമായിരുന്നെങ്കിൽ 25,000. പോവാം. ഇതിന് പറ്റുന്ന അത്ര TNT ഉണ്ടാക്കി എന്നിട്ട് നമുക്ക് നെതറിൽ പോവാം. നെതർ പോർട്ടൽ എവിടെ ഉണ്ടാക്കും? അതാണ് എൻ്റെ ഡൗട്ട്. ഉണ്ടാക്കുവാണെങ്കിൽ ഒരു നല്ല സ്ഥലത്തും ഉണ്ടാക്കണം, പിന്നെ അവിടെ ഞാൻ പൊട്ടിക്കാത്ത രീതിയിൽ ഉണ്ടാക്കണം. അവിടെ ഞാൻ ഇന്ന് നെതർ പോർട്ടൽ ഉണ്ടാക്കൂ. പിന്നെ ഫോൺ പഴയ പോലത്തെ പെർഫോമൻസ് ഒക്കെ തരാൻ തുടങ്ങി, കണ്ടല്ലോ. മുമ്പത്തെ അത്ര 2 ഡിസൈസ് ഞാൻ ഇട്ടിരിക്കുന്നത് 12. ഫോൺ ഇപ്പോൾ FPS എത്ര ഇടുന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 64, 31. അതടക്കം എങ്ങനെയാണ്. എൻ്റെ മൈൻക്രാഫ്റ്റ് ഓക്കെ വരുന്നുണ്ട്. ഞാൻ വിചാരിച്ചാൽ ബെറ്ററൊക്കെ പോകേണ്ടി വരുമെന്ന് ആവശ്യമൊന്നും തോന്നില്ല. ഞാൻ എന്ത് നിന്ന് എൻ്റെ അടുത്ത് ചോദിക്കില്ല. ഞാൻ സൈഡിൽ ലോഞ്ചർ അങ്ങോട്ട് ഡിലീറ്റ് ചെയ്ത്. ഇവിടെ എൻ്റെ സ്റ്റോറേജ് ഞാൻ കുറച്ചും കൂടെ മാറ്റം വരുത്തിയിട്ടുണ്ട്. 2 കോപ്പർ കോലം, 2 എണ്ണം വേണ്ടി വരും ലവന്മാർ പണിയെടുക്കാൻ. ഞാൻ ഇവന്മാരൊപ്പം കുറച്ച് സഹായമൊക്കെ ചെയ്ത് സെറ്റായി കൊടുത്തു. ഇവന്മാരിപ്പോൾ ചെയ്യുന്നുണ്ട്, എല്ലാം നന്നായി. എനിക്കിനി ഗൺ പവർ എടുക്കണം. ഈ റോട്ടോ ഫ്ലാഷ് എല്ലാം നമുക്ക് വിൽക്കണം. ഗൺ പൗഡർ എവിടെയാടാ? അതേ ഉണ്ട്. ഇത്ര ഞാൻ എടുത്ത്, ഇത്ര മതിയാവോ? എന്നാൽ ഒരു സ്റ്റാക്ക് കൊടുത്തേക്കാം. ഇത്രയും ഗൺ പൗഡറും ഇത്ര ലൂട്ടൊക്കെ കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചു പോലില്ല. എവിടെയാടാ എൻ്റെ ക്രാഫ്റ്റിംഗ് ടേബിൾ? എവിടെയാടാ എൻ്റെ TNT? പറ്റുന്നത്ര TNT ഉണ്ടായിയോ? TNT റെഡി. ഇനി നമുക്ക് വേണ്ടത് റെഡ് സ്റ്റോൺ. റെഡ് സ്റ്റോൺ താഴെ തന്നെ ഉണ്ട്. റെഡ് സ്റ്റോൺ എൻ്റെ ഒരു സ്റ്റാക്ക് ഉണ്ടെന്ന് തോന്നുന്നു. റെഡ് സ്റ്റോൺ ഇല്ലേ? അവിടെ ഉണ്ടായിരുന്നടാ, ഞാൻ കണ്ടേ അതിനകത്ത് ഒരു സ്റ്റാക്കോളം റെഡ് സ്റ്റോൺ. ലവന്മാർ ഞാൻ എങ്ങാനും എടുത്തെന്ന് തോന്നുന്നു. അയ്യോ, ലെവൻ്റെ ഞാൻ ഇത് വാങ്ങിച്ച് പോടാ. റെഡ് സ്റ്റോൺ, അയ്യോ റെഡ് സ്റ്റോൺ ഞാൻ വീട്ടിൽ കൊണ്ട് വെച്ചില്ല. ഒരു സ്റ്റാക്കുള്ള റെഡ് സ്റ്റോൺ ഞാൻ കണ്ടതാണല്ലോ ചെസ്റ്റിനകത്തുണ്ടാ. അതേ അടക്കും. നമുക്ക് കുറച്ച് മതി. അവിടെ എടുത്ത് ഇത്രയൊക്കെ എടുത്ത് ഇത്രയും മതി. ഇനി നമുക്ക് ഒബ്സിഡിയൻ മൈൻഡ് F3 + F5 അല്ലേ? അല്ല, ഇത് തന്നെ. ഇതിൻ്റെ അകത്ത് ലുക്കിംഗ് അറ്റ് ബ്ലോക്ക്. ഈ സംഭവം ഇല്ലേ, നമുക്ക് ഓണാക്കണം. ഇതൊന്നും നമുക്ക് ആവശ്യം വരില്ല. ലുക്കിംഗ് അറ്റ് ബ്ലോക്ക് ഇത് വെച്ചാണ് നമ്മൾ ചെയ്യാൻ വന്നത്. ഇപ്പോൾ നമ്മൾ ഏത് ബ്ലോക്കിൽ നോക്കുന്ന അതിൻ്റെ ഹൈറ്റ് അറിയാൻ കഴിയും. കേട്ടാ,
അപ്പം ഇരിക്കട്ടെ തൽക്കാലം. ഇത് F3+F6. ഓക്കെ, ഈ സംഭവം എവിടെയായിട്ടാണ് ഉള്ളത്? ഓൾവേസ് അതിലെ ലുക്കിങ്. ഇപ്പം എന്തായാലും ഓഫാക്കിയിട്ടേക്കാം. സംഭവം ഉണ്ടെന്ന് എനിക്കൊരു ഉറപ്പ് വരുത്താനായിരുന്നു. അപ്പോൾ ആ സാധനമുണ്ട്. അപ്പോൾ നമുക്കിത് പോവാം. അപ്പം ഈ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൈൻക്രാഫ്റ്റ് മോജാങ് ഒരു അപ്ഡേറ്റ് ഉണ്ടെന്നായിരുന്നു. മുമ്പ് നമ്മുടെ F3 വെക്കുമ്പോൾ ഇത്ര അല്ലായിരുന്നു, ഒരുപാട് സാധനം ഉണ്ടായിരുന്നു. അത് മോജാങ് റിമൂവ് ചെയ്ത്. അപ്പോൾ അതൊക്കെ നമുക്ക് നോക്കണമെങ്കിൽ F3+F6 വയ്ക്കുക. നമുക്ക് ഇങ്ങനത്തെ ഇത് വരും. ഇതിൻ്റെ അകത്ത് എല്ലാം ഉണ്ട്. ഇതൊക്കെ നമ്മൾ ഓണാക്കിയിടാൻ പഴയ പോലത്തെ ആവും. ഇത് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയാണ്. ഓക്കെ, ഇനി നമുക്ക് നെതർ പോർട്ടൽ ഉണ്ടാക്കുന്ന എവിടെയാണെന്ന് തീരുമാനിക്കണം. നമുക്ക് നല്ല ബിൽഡ് കൊടുക്കാനാണ്. ഇവിടെ ഉണ്ടാക്കിക്കോലോടാ, ബേസിൻ്റെ അടുത്തുമാണ്. നിൽക്ക് F3+G ജങ്ക് നോക്കാനാണ്. ജങ്ക് നമുക്ക് നോക്കണം. അതെന്തിനാന്ന് ഞാൻ പറഞ്ഞുതരാം ഗൈസ്. എനിക്കൊരു ടെലിപ്പോർട്ടർ ഉണ്ടാക്കണമെങ്കിൽ ഈ ജങ്ക് യൂസ് ചെയ്യണം. ഈ ജങ്കിൻ്റെ ഇവിടെ ഞാൻ ഉണ്ടാക്കുവാണെങ്കിൽ ടെലിപ്പോർട്ടർ ഇവിടെ നമ്മുടെ സുധീരൻ ഉണ്ടാക്കിയത് അതേപോലത്തെ സംഭവമാണ്. ഇവിടെ വരുവാണെങ്കിൽ അങ്ങനെയാണോ ആർക്കറിയാം. ഇവിടെ ഉണ്ടാക്കാം. ഇത് ഇവിടെ ഉണ്ടാക്കാൻ പറ്റും നമുക്ക്. ഇവിടെ പോർട്ടർ ഉണ്ടാക്കുവാണെങ്കിൽ ഇവിടെ നമുക്ക് ആ ടെലിപ്പോർട്ടർ ഉണ്ടാക്കാം. ബട്ട് ഇത് ക്ലീൻ ചെയ്യണം. അത് ഓർത്തിട്ടാണ് എനിക്ക് സങ്കടം. ജങ്ക് ബോർഡർ നോക്കി ഇവിടെ ഉണ്ടാക്കാം. ഇവിടെ ഉണ്ടാക്കി ഇവിടെ അടുത്ത ചങ്ക് ഇവിടെ തന്നെ. ഇത് ഇത്തിരി ക്ലീൻ ആക്കിയാൽ മതി. അപ്പോൾ F3+ വീണ്ടും G നെക്കി ക്ലോസ് ആക്കണം. ഞാൻ പോയി അകത്തൊരു കുറച്ച് ഡേറ്റ് ബ്ലോക്ക് എടുത്തിട്ട് വരാം. ഇവിടെ ഇത്തിരി അങ്ങോട്ട് ക്ലീൻ ചെയ്യണം. ഈ ഒരു ബ്ലോക്ക് ഇത്രയും എൻ്റെ ബേസിൻ്റെ അടുത്തുമാണ്, പ്രശ്നവുമില്ല. അതാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത്. എപ്പോഴാണേലും നമുക്ക് ടീ പിടിച്ച് ബേസിൻ്റെ അടുത്ത് വരാം. ഞാൻ കണ്ട എത്ര വെച്ച് ഇങ്ങനെ ഉണ്ടാക്കുന്നതെന്നാണ് തോന്നുന്നത്. ഇനി ഉണ്ടായി തെറ്റുവാണെങ്കിൽ നമുക്ക് ചെയ്യാം. നെതർ പോർട്ടൽ നമ്മൾ ഇങ്ങനെ സെറ്റ് ചെയ്യും. ഇവിടെ ആയിരിക്കും ഇത് വരുന്നത്. സോ ഇവിടെ നമ്മൾ ഉണ്ടാക്കും, ഇവിടെ അതും വരും. അപ്പോൾ കുഴിച്ച് വെച്ചേക്കാം. ഇത് തെറ്റൂല. നമുക്ക് ട്രാപ്പ് ഡോർ ഇവിടെ വരുമെന്ന് തോന്നുന്നു. ട്രാപ്പ് ഡോർ മറ്റേ ഇതും ഉണ്ടാക്കി കഴിഞ്ഞാൽ അറിയാം, ലാസ്റ്റ് അറിയാം ഞാൻ ചെയ്ത് തെറ്റാണോ അല്ലേന്ന്. എന്തായാലും ഞാൻ അടുത്ത എപ്പിസോഡിൽ നോക്കി വെക്കാം. മാറ്റിയാൽ പോരെ നമുക്ക് ടെലിപ്പോർട്ടർ. അപ്പം ഞാൻ പോയി ഇനി നമുക്ക് വേണ്ടി ഒരു നെതർ പോർട്ടൽ ഉണ്ടാക്കാൻ വേണ്ടി ഒബ്സിഡിയൻ വേണ്ടി ഈ ലാവ ഉണ്ടല്ലോ, ലാവ വെച്ച് സെറ്റാകാം. പത്ത് ലാവ ബക്കറ്റ് 2 3 4 1 2 3 4 5 6 7 8 9 10. ഇനി ഒരു 10 കുഴി ഒഴിക്കണം. ഡേറ്റ് ബ്ലോക്ക് കയ്യിലും കിട്ടി. പെനസ്റ്റീലും കൂടെ എടുക്കണം. ഓക്കെ, അങ്ങനെ ഒബ്സീഡ് നമുക്ക് സെറ്റായി. ഇനി നമുക്ക് ഡേറ്റ് ബ്ലോക്ക് ഇട്ട് ഇവിടെ ഫുൾ കവർ ചെയ്തേക്കാം. അടുത്ത എപ്പിസോഡ് നമുക്ക് നെതർ എക്സ്പ്ലോർ ചെയ്യാൻ പോകേണ്ടതാണ്. ഇനി മണ്ടക്കോയി നമ്മുടെ സ്വന്തം ഫെന്നസ് സ്റ്റീൽ ഉണ്ടാക്കണം. എൻ്റെ ചെസ്റ്റിൻ്റെ അത് കാണുമെന്ന് എനിക്ക് തോന്നുന്നു. ഫെന്നസ് സ്റ്റീലും റെഡി. ഇനി നമുക്ക് ഒന്നും ആവശ്യമില്ല, ജസ്റ്റ് നെതറിൻ്റെ അകത്തോട്ട് പോയാൽ മതി ഗൈസ്. നമ്മളെല്ലാം സെറ്റാണ്. പോർട്ടൽ സെറ്റായിട്ടുണ്ട്. വല്ല സ്റ്റെയർ ഉണ്ടെങ്കിൽ സ്റ്റെയർ വെച്ചായിരിക്കരുത്. ഇപ്പോൾ വേണ്ട, തൽക്കാലം വേണ്ട. നെതറിൽ പോവാം. ലെറ്റ്സ് ഗോ. നല്ല സ്പൂണാണ് ഗൈസ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇതാടെ എത്ര പേരിട്ട് നെതർ ഇങ്ങനെയാണോ? ഇത്ര ഇട്ടിട്ടാണോ? അല്ലല്ലോ, സാധാരണ എത്ര ഇട്ടല്ല. നൈറ്റ് വിഷൻ ഓൺ ആക്കിയാലേ എനിക്കിവിടെ മര്യാദ കാണാൻ പറ്റൂ. തേച്ചല്ലോടാ. അവിടെ തൊട്ടടുത്ത് നമ്മുടെ സ്വന്തം ഇവന്മാരിപ്പോണ്ട്. ഞാൻ പെട്ടെന്ന് തന്നെ പോർട്ടൽ പൊട്ടിച്ച് പോവാ ഗൈസ്. ഇത് ലാസ്റ്റും കൂടെ, ഇതും കൂടെ പൊട്ടിച്ചിട്ട് ഞാൻ പോകുന്നു മണ്ടക്ക്. ഈ കോർഡിനേറ്റ് എനിക്കൊന്ന് എഴുതിയെടുക്കാൻ പറ്റുമോ? എഴുതിയെടുക്കാം. -45 111. അതയച്ചാൽ കുഴപ്പമില്ല. എന്നാലും
-6 6 -6 കിട്ടിയടാ. ശേ വഴിയില്ലല്ലോ മണ്ടക്കോട്ട് പോവാൻ. അതെ കിട്ടി 27. ഓ പെട്ടെന്ന് കിട്ടി. ഇനിയാണ് ടഫ്. വേറെ 2 എൻ്റർ പോർട്ടൽ വെച്ച് എനിക്ക് മണ്ട കയറണം. കറക്റ്റ് ഈ സെൻറ്റർ നോക്കി തന്നെയാണ് അറിയേണ്ടത്. ഞാനപ്പോൾ ഇത് ഓഫാക്കിയേക്കാം. ഇനി ഇതെന്നെ ഡിപ്പെൻഡ് ചെയ്യും, അല്ലെങ്കിൽ എൻ്റെ ലക്കിൽ ഡിപ്പെൻഡ് ചെയ്യും. ഞാനിതറിയുമ്പോൾ കറക്റ്റ് പുറത്ത് പോവാൻ. കറക്റ്റ് ചെയ്ത് ഇവിടെ ഇങ്ങനെ നോക്കി. ഫസ്റ്റ് ട്രൈ തന്നെ നമ്മൾ കംപ്ലീറ്റ് ആക്കി. എൻ്റെ ഒരു സീരിയസ് വളരെ റൂഫിലെത്തി. അതൊക്കെ നോക്കാം. ലൈറ്റപ്പ് ചെയ്ത് ഞാൻ ഇനി കയറുമ്പം എൻ്റെ വീട്ടിലെ നെതർ പോർട്ടലായിട്ട് ലിങ്ക് ആവേണ്ടതാണ്. കയറി കഴിഞ്ഞറിയാം വർക്കായോ ഇല്ലയെന്ന്. കറക്റ്റ് നമ്മളത് അങ്ങനെ കംപ്ലീറ്റ് ആക്കി. രാത്രിയാണല്ലോടെ. ഇനി ഇവിടെ നമ്മൾ ഉണ്ടാക്കണം. അപ്പം ഞാൻ ആ വീഡിയോ പോയി നോക്കിയിട്ട് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന്, എന്നിട്ട് ഞാൻ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യും. ഞാൻ ഞാൻ എല്ലാം ചെയ്തടാ. ഒരു കാര്യം മറന്നുപോയി. നമ്മൾ ഈ ബെഡ്റോക്ക് മണ്ടക്കോട്ട ഉപയോഗിച്ചൊരു ബ്ലോക്കില്ലായിരുന്നാ അതിൻ്റെ കോർഡിനേറ്റ് എടുക്കാൻ. അതെടുത്തിട്ടേ നമുക്കൊന്നെല്ലാം ചെയ്യാൻ പറ്റൂ. ഞാൻ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാക്കി തരാം. നമ്മൾ കണ്ടില്ലായിരുന്നോ കുറേ ബെഡ്റോക്ക്? അതിൽ നമ്മൾ യൂസ് ചെയ്ത ബെഡ്റോക്ക് ഓർക്കുന്നുണ്ടോ? അതായിരുന്നു നമ്മൾ ബെഡ്റോക്ക് എത്തിക്കാൻ ഉപയോഗിച്ചത്. ബാക്കിയുള്ള ബെഡ്റോക്ക് 2 ലെയർ ഉണ്ടായിരുന്നു. നമ്മൾ പൊട്ടിക്കുന്ന ബെഡ്റോക്ക് എന്ന് പറയുമ്പോൾ 1 ലെയറേ പൊട്ടത്തുള്ളൂ. അതിൻ്റെ താഴെ 1 ലെയറും കൂടെ കാണും. അപ്പോൾ അത് പൊട്ടി നമുക്ക് ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും. സോ നമ്മൾ ആ ബ്ലോക്കിൽ തന്നെ, നമ്മൾ കീറിയ ബ്ലോക്കിൽ തന്നെ നമുക്ക് പൊട്ടിക്കാൻ പറ്റൂ. ഞാനാണെങ്കിൽ അത് എഴുതിയെടുത്തുമില്ല. അപ്പം നിങ്ങൾ പറയും MC തേങ്ങി. നിങ്ങൾക്കറിയത്തില്ല, ഞാൻ ഭയങ്കര വലിയ ഐശ്വൻ ന്യൂട്ടനാണ്. എനിക്ക് ഐശ്വൻ ന്യൂട്ടൻ അത്ര ബുദ്ധിമുണ്ട്. ഞാൻ ഉപയോഗിക്കുന്നത് ഈ റെക്കോർഡായിട്ടുണ്ട്. അത് ആ കോർഡിനേറ്റ് എനിക്ക് അതുവഴി നോക്കിയാൽ പോരെ. പിന്നല്ല, ഞാൻ ബുദ്ധിമാൻ MC. ഇപ്പം മണ്ടക്ക് പോയി ഞാൻ ഇവിടെ വന്നൊരു ലിവർ ഉണ്ടാക്കാൻ വേണ്ടി വന്നതാ. മണ്ടക്ക് നിന്ന് അവൻ താഴെ പോയപ്പോൾ ലിവറിന്. ഈ ഒരു ബ്ലോക്ക് നമുക്ക് പിസ്റ്റൺ വെക്കണം. പിസ്റ്റൺ ഇങ്ങനെ റൈറ്റ്. ഇതിൻ്റെ മണ്ടക്കൊരു ഒബ്സീഡിയൻ. ഇനി ഇത് 2 ഇങ്ങോട്ട് 2 ഇങ്ങോട്ട്. ഇങ്ങനെയാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ. വരുന്നിടത്ത് വെച്ച് കാണാം ബാക്കി. TNT ഇവിടെ, എന്നിട്ട് ലിവർ ഇവിടെ, എന്നിട്ട് ട്രാപ്പ് ഡോറ് ഇവിടെ. ഇനി നമ്മുടെ കീ ബേസിനകത്തോട്ട് കീ ബേ മാറ്റണം. അയ്യോ ഈ സൈഡ്. എന്നിട്ട് ഇത് മാറുമ്പോൾ ഇത് നമ്മളിങ്ങനെ വെക്കണം. ഈ സൈഡ് വെക്കി. അതായത് നമ്മൾ ആ ലിവർ നക്കിയ ഉടനെ തന്നെ ഇങ്ങോട്ട് വന്ന് ഈ ഒബ്സീഡിയൻ നോക്കി ഈ സൈഡ് വെക്കണം. അങ്ങനെയാണെങ്കിൽ വർക്കാവും. ഈ സൈഡ് എടാ വർക്കാവ്. വർക്കാവടേ. അയ്യോ വർക്കായി. ഇപ്രാവശ്യം ഞാൻ കറക്റ്റ് ബ്ലോക്ക് അവിടെയെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയൊക്കെ ഈ സൈഡ്. അയ്യോ ഈ സൈഡ്. നിൽക്കി. ഓക്കെ വർക്കായി. സൗണ്ട് കേട്ട് ഇല്ല. വെരി നൈസ്. 8 നിലയെ പൊട്ടി. ഇപ്രാവശ്യം എന്താണാവോ ഞാൻ തെറ്റ് ചെയ്തത്. ഈ ഒരു ബ്ലോക്ക് ഞാൻ അവിടെ പോയി പൊട്ടിച്ചു. ഈ ഒരു ബ്ലോക്കാണ്. ഈ ഒരു ബ്ലോക്ക് ഓക്കെ സെറ്റ്. എൻ്റെ പൊന്നോ, ഇതിന് വേണ്ടിയാണ് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടത്. ഞാൻ ഇത് നേരത്തെ അലച്ചിരുന്നെങ്കിൽ അങ്ങനെ ആവില്ല. ഞാൻ മറ്റേ കോടി ചുറ്റും കിടക്കുമായിരുന്നു പോട്ടാൻ. ഓക്കെ, നമ്മളങ്ങനെ അത് സക്സസ്ഫുള്ളി ചെയ്തിരിക്കുന്നു ഗൈസ്. ഇനി ഒബ്സീഡിയൻ
ആ വെരി നൈസ്. ഞാൻ എന്തോ മിസ്റ്റേക്ക് കാണിക്കുന്നുണ്ട്, അതെനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. അതെന്ത് 2000 years later. പിസ്റ്റനും കൈ പിടിച്ച്. ഓക്കെ, ശരിയായില്ല, ശരിയായില്ല. അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ആ ഈ ഇത് ഇങ്ങോട്ടല്ല വരണ്ട, ഇങ്ങോട്ടാ. ഞാൻ വീട്ടിൽ പോകണം. എനിക്കറിയില്ല, ഞാൻ ഒരു പ്രാവശ്യം എങ്ങനെ പൊട്ടിക്കാൻ പറ്റുമോ, ആ ഗ്ലിച്ച് ഒരു പ്രാവശ്യം യൂസ് ചെയ്യാൻ പറ്റുമോ. അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ശ്രദ്ധിച്ച് കണ്ടേ അവിടെ വെക്കത്തോളെ. ഇന്നത്തെ മണ്ടത്തരം എൻ്റെ ഇത്രേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ടാറ്റാ ബൈ ബൈ.